ഡയറക്റ്റായി നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് അങ്ങേർക്കെതിരെയല്ല. അങ്ങേരുടെ ഒരു ഭാര്യ ഉണ്ടല്ലോ, ഒരു സുന്ദരിക്കോത ചാരുലത, അവൾ കിട്ടാം. നീ എന്തൊക്കെയായി പറയുന്നേ? ഇതിപ്പോ ലിമിറ്റിലും കൂടുതലാ. കുറെ കാലമായി അയാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നു. ഇതോടുകൂടി അത് അവസാനിപ്പിക്കണം. എന്താ നിന്റെ പ്ലാൻ? അത് പറയ്. അരുൺകുമാർ സാറിനെ അമ്മു പ്രേമിക്കുന്നു. അയാളുടെ വൈഫ് അതറിയുന്നു, അഥവാ നമ്മളായിട്ട് അവരെ അറിയിക്കുന്നു. അവരുടെ പരിശുദ്ധ ദാമ്പത്യം തീരും. ഞാനോ? എനിക്ക് പറ്റില്ല. ശ്വേത, നീ ചുമ്മാ പോ. അല്ലെങ്കിൽ തന്നെ ഇവള് പ്രേമിക്കാൻ ചെന്ന അരുൺകുമാർ സാർ നിന്നോടുക്കാൻ പോവാണോ? പിന്നിപ്പ എന്താ ചെയ്യാ? എന്തായാലും അയാളെ ഒന്ന് കഷ്ടപ്പെടുത്തണം. അല്ലാതെ എന്റെ മനസ്സിന് തൃപ്തി കിട്ടില്ല. അതെ, നമുക്ക് ക്യാൻറ്റീനിൽ പോയി ഒരു ഐസ്ക്രീം കഴിച്ചാലോ? ഓ, എന്തുവാടി? അയാളുടെ വീട്ടിലൊരു പൊട്ടിത്തെറി ഉണ്ടാക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴാ അവളുടെ ഒരു എന്നാ ഞാനൊരു ഐഡിയ പറയട്ടെ. പറയ്. ഉടനെ തന്നെ അമ്മ ഒരു പുതിയ സിം കാർഡ് എടുക്കുന്നു. അതിന്ന് രാത്രി അയാളെ വിളിച്ച് പ്രണയ പരവശതയോടെ സംസാരിക്കുന്നു. മൂപ്പരുടെ വൈഫ് അതറിയുന്നു. ആകെ പ്രശ്നമാവുന്നു. അയാള് സൈബർ സെല്ലിൽ പരാതി കൊടുക്കുന്നു. പോലീസ് വന്ന് നമ്മളെ പൊക്കുന്നു. ബെസ്റ്റ് ഐഡിയ. നീ എന്തെങ്കിലും പറയടി. നിന്റെ മനസ്സിൽ എന്തെങ്കിലും തെളിയുന്നോ? തെളിയുന്നൊക്കെയുണ്ട്. പക്ഷേ എന്തു പക്ഷേ? പറയണോ? നീ ചുമ്മാ പറയടി. പണ്ടേതോ സിനിമയിൽ കണ്ട നമ്പറാ. പഴയൊരു സ്റ്റൈൽ, ഒരു കത്ത്, പ്രേമലേഖനം. അല്ല, കത്ത്. നീ മിണ്ടാരടി. നീ പറയടി. കള്ളപ്പേരിലൊരു പ്രേമലേഖനം സാറിന്റെ വീട്ടിലോട്ട് അയക്കുന്നു. അതവിടെ കിട്ടിയാൽ. കിട്ടിയാലെന്നല്ല, കിട്ടും. കിട്ടണം. അയാളുടെ വൈഫിന്റെ കയ്യിൽ തന്നെ. ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉള്ള ഇക്കാലത്ത് കത്തൊക്കെ എഴുതാന്ന് വെച്ചാല്, എടി, പ്രണയവും കത്തെഴുത്തും തമ്മിൽ പണ്ട് മുതലേ, അതായത് ഈ പ്രണയം കണ്ടുപിടിച്ച കാലം മുതലേ ഒരു ബന്ധമുണ്ട്. അതിന്റെ മുമ്പില് വാട്സാപ്പും ഇല്ല, ഒരാപ്പും ഇല്ല. കത്ത് തന്നെ മതി. പ്രശ്നം തീർന്നില്ല. ആരുടെ പേരിലെ കത്തെഴുതുക? ഇല്ലാത്തൊരാളുടെ പേരിൽ കത്തെഴുതിയ അത് കള്ളാന്ന് പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും. എന്നാ അത് നിന്റെ പേരിൽ എഴുതിക്കൂടെ? ദേ, ഇങ്ങനാണെങ്കിൽ ഞാനില്ലാട്ടോ. നീയൊക്കെ എന്താന്ന് വെച്ചാ ചെയ്യ. പെണങ്ങല്ലേ എന്റെ അമ്മൂസേ.
നമ്മൾ കത്തെഴുതുന്നു. ഇല്ലാത്ത ഒരാളുടെ അല്ല, ഉള്ള ഒരാളുടെ. നമുക്കും അരുൺകുമാർ സാറിനും ഒക്കെ പരിചയമുള്ള ഒരാളുടെ പേര്. എഴുത്. ഞാനോ? എനിക്കറിയില്ല. നിനക്കറിയണ്ട, നിന്റെ കൈയക്ഷരം മാത്രം മതി. ഇതാ പിടിക്കും. ആശയങ്ങളെ എന്റെ നല്ല പ്രണയം തുടിക്കുന്ന വരികൾ ഞാൻ പറഞ്ഞു തരും, നീ കേട്ടങ്ങ് എഴുതിക്കൊള്ളുക. എന്റെ കൈയക്ഷരം വായിച്ചാ മനസ്സിലാവില്ല, അങ്ങനത് വായിക്കാതെ ചുരുട്ടി എറിയും. അതുകൊണ്ടാടി കഴുത്. പിടിക്കും. എന്നാലും എന്റെ കൈയക്ഷരം. പിന്നെ നീ എഴുതിക്കേ. എഴുതടി. പ്രിയപ്പെട്ട അരുൺ സാറിന്. എഴുതടി. സൂപ്പർ. ഇങ്ങനെയൊരു കത്ത് ലോകത്തൊരു പ്രണയിനിക്കും എഴുതാൻ കഴിയില്ല. ഇതിന്ന് തന്നെ സാറിന്റെ വീട്ടിലെത്തിക്കണം. സ്പീഡ് പോസ്റ്റിലാ? സ്പീഡ് പോസ്റ്റ്. എന്റെ സ്വന്തം അയൽവാസിയും അഭ്യുദയാകാംക്ഷിയുമായ ശ്രീ കുമാരേട്ടന് പൈന്റ് വാങ്ങാനുള്ള കാശ് കൊടുത്ത് മൂപ്പരുടെ കാൽനട കൊറിയർ സർവീസ് വഴി ശ്രീ അരുൺകുമാറിന്റെ കിളിക്കൂട് എന്ന മനോഹരമായ വീട്ടിലെ ലെറ്റർ ബോക്സിൽ ഈ കത്ത് ഇന്ന് തന്നെ നിക്ഷേപിക്കപ്പെടുന്നു. എപ്പടി? പരേഡ്! സാവധാൻ! പരേഡ്! വിശ്രാം! പരേഡ്! സാവധാൻ! പരേഡ്! विश्राम। परेड सावधान। कैडेट्स दोनों पछलो एक एक 10 बार ऊपर कदम दल शुरू कर। कदम दो। कैडेट्स दाहिने मुड़। कैडेट्स सामने से तेज चल। ശ്വേത, ആ 3 പേര് എപ്പോഴും ഒന്നിച്ചാണല്ലോ. ത്രിമൂർത്തികൾ. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ രാവിലെ ക്ലാസ്സിലുണ്ടായ കാര്യം. എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല ശ്വേത. യു ആർ എ സ്മാർട്ട് ഗേൾ. പക്ഷേ പഠനത്തിലും അത് ഉണ്ടാവണം. ആ തിയേറ്റർ ഇൻസിഡന്റ് എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടിയതാ. സാധാരണ പ്രിൻസിപ്പലിനെ അറിയിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്യാതെ നിങ്ങളോട് തന്നെ ചോദിച്ചത് എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് വിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ടാ. എടുക്കടോ. ഇന്നെന്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. എന്താ സാർ വിശേഷം? ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ. Many many happy returns of the day, sir. Same to you, sir. Thank you. അപ്പൊ ഞാൻ വരട്ടെ. ഇന്നത്തെ ദിവസം തന്നെ ഈ കത്ത് അവിടെ കിട്ടുമ്പോ കിട്ടണം. ഈ കത്ത് അവിടെ കിട്ടാൻ ഇതുപോലെ നല്ലൊരു ദിവസം വേറെയില്ല. ഈ കത്ത് വായിച്ചിട്ട് അടിച്ചു പൊളിക്കട്ടെ മിസ്റ്റർ അരുൺകുമാറും ഭാര്യയും അവരുടെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വെഡിങ് ആനിവേഴ്സറി.
ഗുഡ് ഈവനിങ്. എന്താ വേണ്ടേ? ഷർട്ട്. വരൂ. ആ സലിം, പുതിയ കളക്ഷൻസ്. ശരി. ഇത് നോക്കി. ആ അതെടുത്തേ. ബ്ലൂ. സർ, ഈ ഷെയ്ഡ് സാധനം നന്നായി ആ ചേരും. നോക്കട്ടെ. അത് വേണ്ട. റൈറ്റ് എന്ന് ആദ്യത്തെ ഷർട്ട്. അതന്നെ. സാറിന് നല്ല നിറമുണ്ടല്ലോ. അപ്പൊ അധികം ലൈറ്റ് ആക്കണ്ട. ഇത്രയൂടി ഡാർക്ക് ഷെയ്ഡ് എടുത്താൽ അതാവും കൂടുതൽ നന്നാവുക. ഓ. ഇത് നോക്കിയേ. ഇതിട്ട സാറിന് ഫഹദ് ഫാസലിന്റെ ലുക്ക് ഉണ്ടാവും. ഫഹദ് ഫാസിലല്ല, ദുൽഖർ സൽമാൻ. ഇത് മതി. സാലി, ഇത് പാക്ക് ചെയ്തോ. മാഡം, ബില്ലെടുക്കാട്ടോ. ഫഹദ് ഫാസിൽ വന്നേ. ഇറങ്ങ്. വലിയ സുന്ദരിയാണെന്നാ ഭാവം. ഇതാണോ സാർ വേണ്ടത്, അതാണോ സാർ വേണ്ടത്? ചോദ്യം മുഴുവൻ അരുവിനോട്. എന്നൊന്നും മൈൻഡ് ചെയ്തത് പോലുമില്ല. ആര്? ആ സെയിൽസ് ഗേളെ. അല്ല, ഉള്ളിലിരിപ്പ് ഇങ്ങനെയൊക്കെയാണല്ലേ. വാ ചാരു. ഒന്ന് വേഗം തുറക്ക്. പോസ്റ്റ് 2-3 ഉണ്ടല്ലോ. ഉം, ആ, ഇത് രണ്ടും ബാങ്കിൽ നിന്നുള്ളതാ. ഉം. ആ, ഇത് അരുവിനാ. ആരാ അയച്ചിരിക്കുന്നേ? ആ, ആരോ. ഫ്രം അഡ്രസ് ഒന്നുമില്ല. താനത് പൊട്ടിച്ച് വായിക്ക്. പിന്നെ എനിക്ക് വരുന്ന കത്ത് വായിക്കാൻ തന്നെ സമയമില്ല. അപ്പോഴാ തനിച്ചങ്ങ് വായിച്ചാ മതി. താനത് പിടിക്കും. ആ തുറന്നു. എന്റെ പ്രിയപ്പെട്ട അരുൺ സാറിന് അന്നൊരു ദിവസം ലാബിൽ വെച്ച് ആരുമില്ലാത്ത നേരത്ത് സാർ ധൃതിയിൽ തന്ന ആ ഉമ്മയുടെ മാധുര്യം ഞാനതിപ്പോഴും കൊണ്ടു നടക്കുന്നു. ഞാനിതുവരെ കാര്യത്തിലേക്ക് കടന്നില്ലല്ലോ. പറയാം. ഇപ്പോൾ ഇതെഴുതുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെളിപ്പെടുത്താം. എനിക്ക് സാറിനെ അത്യാവശ്യമായൊന്ന് കാണണം. എത്രയും പെട്ടെന്ന്. നമുക്ക് ദൂരെ എവിടേക്കെങ്കിലും ഒന്ന് പോകാം. പിറ്റേന്ന് വരാം. ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ. പക്ഷേ ഒരു ദിവസം മാത്രം എനിക്ക് തന്നുകൂടെ? നോ എന്നാണ് സാറിൻ്റെ ആൻസറെങ്കിൽ എന്നോട് പറയണ്ട. ഞാൻ തകർന്നു പോകും. ഈ കത്ത് കിട്ടിയതായി പോലും ഭാവിക്കണ്ട. എൻ്റെ ആഗ്രഹം ഉള്ളിലടക്കി ഞാൻ ജീവിച്ചോളാം. എന്നാൽ എൻ്റെ ആഗ്രഹത്തിനുള്ള മറുപടി അനുകൂലമാണെങ്കിൽ ഇന്ന് തന്നെ എസ് എന്ന് SMS അയക്കണേ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ബിന്നിസാറും അലക്സാറും സുഖമായിരിക്കുന്നോ? പിന്നെ എനിക്ക് പകരം വന്ന ശീതൾ ടീച്ചറിനോട് അധികം അടുപ്പത്തിനൊന്നും പോകണ്ട കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. നിർത്തട്ടെ. സാറിൻ്റെ സ്വന്തം അപർണ. ആരുടെ കത്താ അരു? ഒരു ഫ്രണ്ടിന്റെ. ഏത് ഫ്രണ്ടിന്റെ കത്താ? ആ കത്തിങ്ങി തന്നെ. ഓ, ഇതും പിടിച്ചോണ്ട് നിക്കാതെ ചെന്ന് ഡ്രസ്സ് മാറാൻ നോക്കി. എന്നിട്ടാവാൻ കത്ത് വായനയൊക്കെ. നോക്കി നിക്കാതെ ചെല്ല്. ശ്ശോ, ഒന്ന് പോ എന്റെ അരുവേട്ടാ. എന്തൊരു പൊടിയാ ഇവിടൊക്കെ. ഉം. ശ്ശോ.
അരുവേട്ട മാത്രമാണല്ലോ ഈ പൊടി കാണുന്നത്. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട്. അതൊരു വിധം നന്നാവാറുമുണ്ട്. പിന്നെ എന്തിനാ വെറുതെ ഈ കുറ്റം പറയുന്നത്? ഒരു സർവന്റിനെ വെച്ചാ ഈ കഷ്ടപ്പാടൊക്കെ ഒഴിവാകുമല്ലോ. ഓ, ഭാര്യനോട് എന്താ സ്നേഹം ഭർത്താവിന്. സെർവന്റിനെ വെക്കണം പോലും. പിന്നെ ഓളുടെ ഇഷ്ടം കൂടി ഞാൻ നോക്കേണ്ടി വരും. ആ എന്നെയാ സംഭവിക്കാം. ഒന്നും വേണ്ട, സ്നേഹമുള്ള ഭർത്താവ് വേഗം ചെന്ന്. കൊച്ചിയില് താമസമാക്കിയിട്ട് വർഷം 1 കഴിഞ്ഞു. ഇപ്പോഴും നീ തനി കണ്ണൂരുകാരി തന്നെയാ. എപ്പോഴും ഇല്ലല്ലോ, ചെറുപ്പം മുതലുള്ള ശീലമല്ലേ, അത് മാറ്റാൻ പറ്റുമോ അരുവേട്ടാ? ചെല്ലു ചെല്ലു, വേഗം ഡ്രസ് മാർക്കേ. ചെല്ലു, നോക്കി നിക്കാതൊന്ന് പോ എന്റെ അരുവേട്ടാ. ചെല്ല്, അപ്പോഴൊക്കെ ഞാൻ ചായ ഉണ്ടാക്കാം. അയ്യോ, ആ സീരിയൽ എന്തായാവോ? और जब तक हम हैं, हमारे बच्चों को परेशान होने की कोई जरूरत नहीं. आप बिल्कुल बेफिक्री से दिल्ली जाइए, पैसे आपको वहां पहुंचाएंगे. ओके? थैंक्स डैड. अरे चलो भाई. അയ്യോ, അരുവേട്ടന് ചായ എടുത്തില്ല. ശോ. मल्होत्रा साहब, ഇവളീ TV ഓൺ ചെയ്തിട്ട് എവിടെ പോയി കിടക്കുക? ഇവളുടെ ഒരു കാര്യം. ചാരു, ചായ എടുത്തില്ലേ? ഇതെന്തൊരു ഇരിപ്പാടി, ചില സീരിയലിലെ നായികമാരെ പോലെ. ഹേയ് ചാരു, എന്താണോ? എന്തു പറ്റി? ഏത് സുഹൃത്തിന്റെ കത്താണെന്നാ പറഞ്ഞത്? പറ, ഏത് കൂട്ടുകാരന്റെ? ചാരു, അത് പിന്നെ ആരോ മനഃപൂർവ്വം. എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. വ്യക്തമായി എനിക്ക് അറിഞ്ഞേ പറ്റൂ. ആരെയ്യാ പറഞ്ഞ? അത് ചാരു, നീ ഇത് കാര്യമായിട്ട് എടുക്കരുത്. എന്നെ പറ്റിക്കാൻ ആരോ അത്. അപർണയെ നിങ്ങൾക്കറിയോ ഇല്ലയോ? അത് മാത്രം പറ. അറിയും, പക്ഷേ
പറഞ്ഞില്ലേ ചാരു, അപർണയും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. സംശയം ഉണ്ടെങ്കിൽ നീ ഇപ്പൊ തന്നെ അവളെ വിളിച്ച് ചോദിക്ക്. ഞാൻ വിളിക്കാം, നീ തന്നെ ചോദിക്ക. ഞാൻ ചോദിച്ചവള് സത്യം പറയോ? ഇത്രയും നാളും രണ്ടുപേരും കൂടി എന്നെ വെട്ടിയാക്കുമായിരുന്നു. അപ്പോ ഞാൻ വെറും ഒരു മണ്ടി. ചാരു, ഞാൻ പറയുന്ന ആദ്യം ഒന്ന് സമാധാനത്തോടെ കേൾക്ക്, എന്നിട്ട് ചിന്തിക്ക്. കാളെ പെറ്റൂന്ന് കേൾക്കുമ്പോഴേ കയറെടുക്കാതെ ചാരു. തുടരുത്. ചെല്ല്, അവള് കാത്തിരിക്കല്ലേ. ചെന്ന് എന്താന്ന് വെച്ചാ ചെയ്തു കൊടുക്ക്. ദൂരെ എവിടേക്കെങ്കിലും അല്ലേ ക്ഷണിച്ചിരിക്കുന്നത്. ഒരു ദിവസം മാത്രമാക്കണ്ട, ജീവിതകാലം മുഴുവനായിക്കോട്ടെ. ഈ പാവത്തിനെ വെറുതെ വിട്ടേക്ക്. ചാരു, നീ എന്തിനാ ഇങ്ങനെ ഇമോഷണൽ ആവുന്നേ? നീ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇത് വെറും ഊമക്കത്ത. നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാ. ആര് നമ്മളെ തെറ്റിക്കാൻ ഇങ്ങനെ ചെയ്തത്? ആർക്കാ നമ്മളോട് ഇത്ര വിരോധം? പറ.